കയ്യിലുണ്ടായെന്നുള്ളതിന്റെ എണ്ണ ആരെടുത്താണുള്ളത്? അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ കൊടുത്ത മുടിന്റെ എണ്ണ ആരെടുത്താണുള്ളത്? ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ. പിന്നെ അല്ലെങ്കിൽ അതിന് ഹദീസ് കൊണ്ടുവരട്ടെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അടുത്തത് പിന്നെ ആയിരക്കണക്കിന് മുടി ഇവരെ വകയിൽ ഇങ്ങനെ പറയാം. 20,000 മുടി ഉണ്ട് ചങ്ങാതി പറഞ്ഞു. 20,000 മുടി ഇവനിങ്ങനെ എണ്ണിയോക്കിയതാ. ഇവരെന്നെ പറഞ്ഞത് പെണ്ണുങ്ങളെ മുടിയാണ്. പെണ്ണുങ്ങളെ മുടിയാണ്ടല്ല ഇവർക്ക് പണി. ഇതാ ഹുദവി ബിരുദം. തിരുകേശങ്ങൾ 1400 വർഷത്തിലധികം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണെങ്കിൽ ഹസ്റജി കുടുംബത്തിൽ വേറെ ആർക്കും ലഭിക്കാതെ ഒരാൾ മാത്രം ആയിരക്കണക്കിന് മുടികൾ എങ്ങനെ കൈവശപ്പെടുത്തും? ഓ ഭയങ്കര ചോദ്യാട്ടോ, കൂരിയാടിന്റെ ചോദ്യ. അപ്പൊ എന്താ കൂരിയാട് ചോദിച്ചത്? അതെങ്ങനെയാ ഒരാൾ കൈവശം? അദ്ദേഹം അൻസാരി കുടുംബത്തിന്റെ ചെയർമാനാ. അദ്ദേഹം റയീസുൽ അൻസാർ, അൽ അൻസാറിന്റെ ചെയർമാനാണ്. അദ്ദേഹം ചെയർമാനാണ് വിഷയം കൈകാര്യം ചെയ്യുക. ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം ഈ മുടി വെക്കുമ്പോ അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അത് ഭാഗിച്ചു കൊടുക്കണ്ടല്ലേ? ഭാഗിച്ചു കൊടുക്കാൻ ഉപ്പാന്റെ സ്വത്തായത്. ഉപ്പാന്റെ സ്വത്ത അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, ഇത് ഞങ്ങൾക്ക് മുൽക്കുള്ളതല്ല, ഞങ്ങൾക്ക് മിൽക്കുള്ളതല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്, ഉമ്മത്തിന്റെ മുൽക്കാണ്, ഉമ്മത്തിന്റേതാ. അത് റസൂലുള്ള പറയുന്നത് പോലെ കൈകാര്യം ചെയ്യലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിവരമില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ കിതാബുദ്ദീൻ ഫതാവൽ കുബ്ര നോക്കണം. മുടി അനന്തരം വെക്കാൻ പറ്റുമല്ലേ? ഫതാവൽ കുബ്ര ചർച്ച ഉണ്ട്. ചോദ്യത്തിന് മറുപടി ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ മുടി അങ്ങനെ സ്വത്തവകാശമായിട്ട് ഭാഗിച്ചു കൊടുക്കുന്ന സാധനമല്ല. കിതാബ് ഓതി പഠിക്കണം, ഗൈബത്തും പറഞ്ഞ് നടന്നാൽ പോരാ. പിന്നെ ലോകത്തപൂർവമായി സൂക്ഷിക്കപ്പെടുന്ന തിരുകേശ കഷ്ണങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മുടികൾ ഒരിടത്ത് സൂക്ഷിക്കുന്ന വിവരം ചരിത്രത്തിലെവിടെയും രേഖപ്പെട്ട് കാണാത്തത് എന്തുകൊണ്ട്? പിന്നെ 1000 ഇങ്ങനെ തകരാറാക്കുക. ഇതിന് സംശയം ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 പ്രാവശ്യം ചെല്ലിക്ക പോയാ അല്ലാണ്ട് 1000 തന്നെ ദിക്റാവൂല. 1000 ഇങ്ങനെ ദിക്റില്ല. ചരിത്രത്തിലെവിടെ വേൾഡിൽ അറിയപ്പെട്ട മുടിയാണ് പറഞ്ഞതാരാ? മനിൽ ഖായിലു. വേൾഡിൽ അറിയപ്പെട്ട മുടിയാണെന്ന് പറഞ്ഞ മനിൽ ഖായിലു. അത് നോക്കിയാൽ മതി, ആരാ പറഞ്ഞത് നോക്കിയാൽ മതി. ആയിരക്കണക്കിന് മുടികൾ കൈവശം വെച്ചിരുന്ന വ്യക്തി നീണ്ടകാലം ഔഖാഫ് മന്ത്രിപദം വഹിക്കുകയും ലോകത്തിന്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഒരിടത്തെങ്കിലും ആ തിരുവിവരം പറയുകയോ UAE ഗവൺമെന്റിന് ഒരൊറ്റ തിരുകേശത്തിന്റെ 4 പോലും നൽകുകയോ ചെയ്യായിരുന്നു? എന്തുകൊണ്ട്? ഗവൺമെന്റിന് എന്താ കൊടുക്കാത്തത്? ഇവരെ ധാരണ എന്താ അറിയോ? രാഷ്ട്രീയക്കാർക്കെല്ലാം കൊണ്ട കൊടുക്കലാണ്, ഭരിക്കുന്നവർക്കെല്ലാം കൊണ്ട കൊടുക്കലാ റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ എന്നാ ഇവർ വിചാരിച്ച്. അങ്ങനെയൊന്നല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം കൊടുക്കലാന്നാ പറഞ്ഞു. പലരും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാചക തിരു ശരീരത്തിൽ നിന്ന് വേർപെട്ട ശേഷവും മുടികൾ നീളം കൂടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ലോകത്ത് സൂക്ഷിക്കപ്പെടുന്ന ഇതര കേശങ്ങൾ നിങ്ങൾ മർക്കസ് സൂക്ഷിക്കുന്ന ആദ്യ കേശം പോലും നീളം കൂടുന്നില്ല. അതിന്റെ മറുപടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഷേറെ മുബാറക് മസ്ജിദിന്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ച അറേബ്യൻ പത്രങ്ങളിൽ എന്തുകൊണ്ട് തിരുമുടിയാട്ടത്തിന്റെ വിവരങ്ങൾ ബോധപൂർവം വിഴുങ്ങി? ഷേറെ മുബാറക്കിൻ മസ്ജിദിന്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ച അപ്പൊ ഷേർ മുബാറക്ക് വന്നില്ലേ? അപ്പൊ വീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഷേർ മുബാറക്ക് എന്ന് പറയുമ്പോ തന്നെ ഷേർ വന്നില്ലേ? അതിന് അറബി പഠിക്കണ്ടേ? ഷേർ തന്നെ മുടിന്നാ പോയ അർത്ഥോ? എന്തോ ഒരു സങ്കടമായി. ജനങ്ങളെ കബളിപ്പിക്കാനായി ഒരു കുടുംബ സെനത് വായിച്ചാൽ അത് തിരുകേശത്തിന്റെ സെനതാകുന്നത് എങ്ങനെയാണ്? കുടുംബത്തിന് സെനത് കൊടുക്കൽ ആരെങ്കിലും? കുടുംബത്തിന് സെനത് കൊടുക്കല്ലോ. കുടുംബ സെനതല്ല, കുടുംബത്തിന്റെ നെസബയാ. കിതാബോധി പഠിക്കണം. അതാ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. തിരുകേശ സംരക്ഷണത്തിനായി ലോകത്തെവിടെയും പള്ളികൾ ഉണ്ടായിട്ടില്ലെന്നിരിക്കെ 40 കോടി മുടക്കി പള്ളി പണിയുന്നത് മുടിവെക്കാനോ അതോ തടിവെക്കാനോ? തിരുകേശ സംരക്ഷണത്തിനായി ലോകത്തെവിടെയും പള്ളികൾ ഉണ്ടായിട്ടില്ലെന്നിരിക്കെ തിരുകേശം സൂക്ഷിക്കപ്പെടുന്ന പള്ളി, നിങ്ങളെ നേതാവ് എന്നെ പറഞ്ഞില്ലേ സൂക്ഷിക്കപ്പെടുന്ന പള്ളി ബാൽ മസ്ജിദ് ഉണ്ട് അല്ലേ? ഹസ്രത്ത് ബാൽ മസ്ജിദ് ഉണ്ട്, നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, തലയിലുള്ള മുടി, ആ മുടി അവിടുത്തെ ശരീരത്തോടുകൂടി അവിടുത്തെ ഖബറിൽ സൂക്ഷിക്കപ്പെട്ടിട്ടില്ലേ? അത് മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്തല്ലേ? അപ്പൊ മുജാഹിദീങ്ങൾ അതേ വാദങ്ങളും പറയാക്കെ നശിച്ചുപോയി. അപ്പൊ അവിടെ പള്ളി വികസിപ്പിച്ചത് എന്തിനാ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിൽ വരുന്ന ആൾക്ക് നിസ്കരിക്കാൻ. അപ്പൊ മുടി സൂക്ഷിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്നു എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാ. മുടി
സൂക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് ജനാധിക്യമുണ്ടായപ്പോ അവിടെ വെച്ച് ഇനിമേലിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാനും മുടി കാണിക്കാനും സാധിക്കാത്ത സാഹചര്യം വരുന്നത് കൊണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യവും അതുപോലെ വന്നു പോകാനുള്ള സൗകര്യവും ചെയ്യാൻ വേണ്ടിയാണ് പള്ളി നിർമ്മിക്കുന്നത് എന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ തടിവെക്കാനോ, തടിവെക്കൽ എവിടെയാണെന്നറിയോ? മരക്കമ്പനി. തടി എന്ന് പറഞ്ഞാൽ മരം. അപ്പോ തടിക്കച്ചവടം പറഞ്ഞാൽ മരക്കച്ചവടം. അപ്പൊ തടിവെക്കല് മരക്കച്ചവടം നടക്കുന്ന സ്ഥലത്താണ് തടിവെക്കുക, പള്ളിയിലല്ല. പള്ളിയിലാരും തടിവെക്കലില്ല. നിങ്ങളാർക്കും തടിവെക്കലുണ്ട് പള്ളിയിൽ? ഇവർ ആരെങ്കിലും പള്ളി തടിവെച്ചിരുന്നു? പള്ളി തടിവെക്കലില്ല. അതേ സമയത്ത് ശംസുൽ ഉലമായിയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ആ അബൂബക്കർ മുസ്ലിയാർ ഒരു പേച്ചാളാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവും. അതുപോലെ വലിയ വലിയ മഹാന്മാരുടെ സമസ്തയുടെ ഒരു സെക്രട്ടറിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പള്ളിയോടനുബന്ധിച്ച് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മസ്ജിദ് നബവി. അതുപോലെ ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ ശരീരം അതുപോലെ പള്ളിയോടനുബന്ധിച്ച് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇനിയും വേണമെങ്കിൽ ഏതെങ്കിലും മഹാന്മാർക്ക് അത്തരം സ്ഥലത്ത് മറവ് ചെയ്യുന്നതിന് ശറയിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പരമ്പര സനദില്ലാതെ ഒരു സംഗതിയും സ്വീകരിക്കാൻ പറ്റൂല എന്ന് നിങ്ങളെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ? അപ്പറഞ്ഞത് ആര് പഠിപ്പിച്ചു തന്നതാ? ഈ നാദാവത്ത് പ്രസംഗിച്ച മൗലവി പഠിപ്പിച്ചു തന്നതാ. അതിന്റെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മുജാഹിദിന്റെ ക്ലാസ് കേട്ട് സുന്നത്ത് ജമാഅത്തിൽ മാറിപ്പോകുന്നതിന് പകരം ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ തയ്യാറാവുക. അപ്പൊ സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മുജാഹിദിന്റെ ഒരു അടവാ നേരത്തെ പറഞ്ഞത്, മാതൃഭൂമിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിക്ക് തുല്യനാണ് കാന്തപുരോ നേദിന്ന് പച്ചക്കള്ളം പറയും. എന്താ ഇതിനുള്ളത്? നീണ്ട 23 വർഷക്കാലം നടുനിവരാൻ പോലും അനുവദിക്കാത്തത്ര ക്ലേശങ്ങളും ദുസ്സഹമായ ജീവിതവും നയിച്ച് സത്യനിഷേധികളുടെ ചുറ്റിനുമിടയിൽ അഹോരാത്രം പരിശ്രമിച്ച് പടുത്തുയർത്തിയ ഇസ്ലാമിനെ അവസാന നാൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിലനിർത്താൻ ആ മഹാത്മാവിനു സാധിച്ചെങ്കിൽ, ഇതുവരെയും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. ആ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം കാന്തപുര സ്ഥാനെ പറ്റി പറയുന്ന വാചകം കേട്ടോളി. റസൂലുള്ളാഹിന്റെ കഴിഞ്ഞ് മഹാത്മാവ് എന്നാണ് റസൂലുള്ളാഹിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇനി അതിന്റെ ശേഷമുള്ള വാചകം കേട്ടോളി. ഈ നൂറ്റാണ്ടിലെ പുരുഷരത്നമായ ശൈഖുനാക്ക് ഇൻ ബ്രാക്കറ്റ് കാന്തപുരം നീണ്ട 23 വർഷക്കാലം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും ആ മനുഷ്യനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാർ തന്നെ. ഇവിടെ എന്ത് ചെയ്യുന്നു അറിയോ? ആ എന്ന് പറഞ്ഞ ഇശാരത്ത് എ.പി. ഉസ്താദിലേക്ക് തന്നെയാണ് ലേഖകൻ ചൂണ്ടിയത്. അതായത് എ.പി. ഉസ്താദിന് തുല്യമായിട്ട് എ.പി. ഉസ്താദ് തന്നെയുള്ളൂ. സാധാരണ പറയുന്നതാണ് എഴുത്തുകാർ, അദ്ദേഹത്തിന് തുല്യമായിട്ട് അദ്ദേഹം തന്നെയുള്ളൂ. അപ്പൊ ആ മനുഷ്യന് തുല്യനായി എ.പി. മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു. അതിനെന്ത് ചെയ്യുന്നറിയോ? ഇശാറത്തും എല്ലാം മാറ്റിക്കളഞ്ഞ് സെലഫി. എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ആ മനുഷ്യൻ തന്നെ. അതിന്റെ അങ്ങേപ്പുറം മഹാത്മാവ് എന്ന് പറഞ്ഞ ആള് പിന്നെ ആ മനുഷ്യൻ റസൂലുള്ളാഹിനെ പറ്റി ഉപയോഗിക്കോ? ഒരിക്കലും ഉപയോഗിക്കൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തുന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേഖകൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ദുർവ്യാഖ്യാനം ചെയ്യും. അള്ളാഹിന്റെ ഖുർആൻ അള്ളാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് റസൂൽ ഉദ്ദേശിക്കാത്തതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി, ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കാത്തതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി. ഈ ലേഖകൻ എഴുതിയത് അദ്ദേഹം ഉദ്ദേശിക്കാത്ത വാക്കിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തു. അതും ഇവര് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ എവിടുന്നെങ്കിലും കേൾപ്പിച്ചുകൂടാന്നില്ല. കാരണം ഇവർക്ക് സെലഫിയ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പ് കൊടുക്കുന്നത് മുജാഹിദ്, ക്ലാസ് എടുത്തു കൊടുക്കുന്നത് മുജാഹിദ്. എന്റെ സുന്നത്തിമാത്തിന്റെ ആശയത്തൊന്നും ഇങ്ങനെ തെറ്റി പോവുകയാണ്. അള്ളാഹുവേ, ഇവരെ പിന്തുടർന്ന് പെട്ടുപോയ ആളുകൾക്കൊക്കെ നീ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തി അവർക്ക് സുന്നത്തിമാത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. കാന്തപുരം ഉസ്താദിനെ കുറിച്ച്, ഉസ്താദ് സുന്നത്തിയമായത്തിനെ നശിപ്പിക്കുന്ന ചാരനാണെന്നും അതുപോലെ സുന്നത്തിയമായത്തിനെ വിറ്റ് കാശാക്കുന്ന ആളാണ് എന്ന് അമ്പലക്കടവ് പ്രസംഗിച്ചതിനെ കുറിച്ച് ഉസ്താദിനെ എന്ത് പറയാൻ? അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോന്നാണ് ഇബ്രാഹിം സാഹിന്റെ സംശയം. എന്നാ പിന്നെ അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ
ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിൽ തകർക്കാനുള്ള ചാരപ്രവർത്തനം നടത്തുന്ന കാന്തപുരം നിസ്സാര പ്രശ്നമായി കാണാൻ പാടില്ല. ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പെന്താ? ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പ് ആലിമ്യങ്ങളോടുള്ള മതിപ്പാ. ആലിമ്യങ്ങളെ ആരെന്തൊക്കെ മുജാഹിദ് എത്ര പ്രസംഗിച്ചിട്ടെന്താ, ജമാഅത്ത് എത്ര പ്രസംഗിച്ചിട്ടെന്താ? സുന്നിന്റെ ആലിമ്യങ്ങളെ കണ്ടാൽ, അവരുടെ ജീവിത രീതി കണ്ട, അവരെ തഖ്വ കണ്ടാൽ, അവരെ ഭക്തി കണ്ട, അവരെ ഇസ്ലാമിക് സ്പിരിറ്റ് കണ്ട, എടാ എത്ര പ്രസംഗിച്ചിട്ടും കാരണം ഇതന്നെയാണ് സ്വാധീനങ്ങളും ജനങ്ങൾ പറയുന്നു, വിശ്വസിക്കുന്നു. കാന്തപുരം എന്താ ചെയ്ത്? കാന്തപുരത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ പറഞ്ഞാലും തീരൂല. ഇത് ഒരു ഗ്രന്ഥമാക്കി പ്രസിദ്ധീകരിച്ചാലും വാള്യങ്ങൾ വേണ്ടി തരത്തില്ല. ഏറ്റവും അവസാനം ഇപ്പൊ കാന്തപുരം 5 കോടി രൂപ ഒരു മഹത്തായ സ്ഥാപനവും പള്ളിയും ബാങ്കിൽ പലിശക്ക് പണയം വെച്ചിട്ട്, സ്വന്തം മകന് വേണ്ടി പണയം വെച്ചിട്ട് കോടികൾ ഇവിടെ പലിശയാക്കി കടെടുത്തു എന്ന് പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ നായകനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ചെയ്തത്. ഒരു മനുഷ്യനാ ചെയ്തത്. ആ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിച്ചാൽ ഇത് വെച്ചിട്ട് മാത്രം, കാരണം സുന്നിന്റെ നേതാവ് ഇദ്ദേഹം എങ്ങനെ ചെയ്യണേ, സുന്നികൾ പോക്ക ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് അകത്ത് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ദുശക്തിയാണ് കാന്തപുരത്തിന്റെ ഈ വിഘടിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യത്തിൽ പറഞ്ഞത് ചാരനാണെന്നാണ്. ആരാ ചാരൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ പറഞ്ഞ് പരമ്പര ഇല്ല എന്നാ നേരത്തെ പറഞ്ഞു. ഇപ്പൊ പരമ്പരനുണ്ട് എന്നാണ്. പരമ്പര പരിശോധിക്കണം എന്നാ ഇപ്പൊ പറഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞെന്തറിയോ, സലാത്ത് വിറ്റുന്ന. ആയിക്കോട്ടെ, സലാത്ത് വിറ്റിന്റെ വാങ്ങിയതാരാ? ഒരു സാധനം വിറ്റാ വാങ്ങിയാലുണ്ടാവില്ലേ? അല്ലാണ്ട് ബൈ നടക്കുവോ? ബൈ നടക്കണമെങ്കിൽ ഈജാബും കബൂലും വേണം. പിന്നെ അതിന് ബായും മുസ്തിരിയും വേണം. ഫതുൽ വിനോദന്റെ പിന്നെ ഈ ആട്ടിനെ പട്ടിയാക്കുന്ന സനതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഫതുൽ മുയില് പറഞ്ഞ് ബൈന് വിൽക്കണമെങ്കിൽ ബായും മുസ്തരിയും വേണം. അപ്പൊ ബായി കാന്തപുരം ഉറപ്പിച്ച് വിറ്റത് അയാള്. വാങ്ങിയ ആളെ പേരൊന്ന് പറയട്ടെ. സലാത്ത് വാങ്ങിയതാരാ? വിറ്റാലും വാങ്ങിയാളുണ്ടാവുമല്ലോ ഒന്ന്. അതുപോലെ പലതും വിറ്റ് എത്തി കുട്ടികൾ വിറ്റുന്നു. എന്നാ എത്തി കുട്ടികൾ ആയിരിക്കാ വിറ്റ്? എത്തി കുട്ടികളെ വിറ്റിട്ടാരാ വാങ്ങി? നമുക്ക് അറിയണോ? കാരണം ഇത് കോടതി കേസ് പോകുന്ന പ്രശ്നമാണ്. എത്തി കുട്ടികളെ വിൽക്കാൻ പറ്റും? മനുഷ്യനെ വിൽക്കുന്ന കാലം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അപ്പൊ ഇപ്പോ അങ്ങനെ മനുഷ്യനെ വിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എത്തി കുട്ടീനെ വിറ്റുണ്ടെങ്കിൽ ഏത് എത്തി കുട്ടീനെ വിറ്റത്? ഏത് എത്തി കുട്ടീനെ വിറ്റത്? ആർക്കാ വിറ്റത്? എത്ര പൈസ വാങ്ങി? ഇതൊക്കെ ഇവര് തെളിയിക്കണോ? ഇവര് വിചാരിച്ചെന്നറിയോ, മൈക്ക് കിട്ടിയ എന്തും പറയാനാ. മൈക്ക് കിട്ടിയാല് എന്തും പറയാനാ. അൽ ഖബീഥാതു ലിൽ ഖബീഥീന. അതേ ചീത്തയായ നാവ് ചീത്തയായ മനുഷ്യന്മാർക്കുള്ളതാണ്. അത്വയ്യിബാതു ലിത്വയ്യിബീന. നല്ല നാവ് നല്ല മനുഷ്യന്മാർക്കുള്ളതാണ്. ഖുർആൻ എന്തും പറയല. അപ്പൊ എത്തിയും കുട്ടീനെ വിറ്റ് നിങ്ങൾ പറഞ്ഞു. സമുദായത്തോട് പറഞ്ഞതാ. ഏത് എത്തിക്കുട്ടീനെ വിറ്റത്? ആർക്കാ വിറ്റത്? എത്ര പൈസ വാങ്ങി? പറയണം. സമുദായത്തോട് മറുപടി പറയണം. മുസ്ലിം സമുദായത്തിന് ഭിന്നിപ്പുണ്ടാക്കിയാൽ മതിയോ? മുസ്ലിം ഉമ്മത്ത് എത്ര വേദനിക്കുന്നൊരു സമയം ഇത്. റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ കള്ളുടിച്ചിട്ട്, പകല് കള്ളുടിച്ചിട്ട് നേരം വെളുത്തോക്കിട്ട് പത്രം വരുമ്പോ വിഷമദ്യം കുടിച്ച് ആശുപത്രിയിലായതിൽ മുസ്ലിമിന്റെ പേരാ. ഈ നിലക്ക് മുസ്ലിം ഉമ്മത്ത് വിഷമം അനുഭവിക്കുന്നു. മുസ്ലിം ഉമ്മത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തേജസ്സിൽ ലേഖനാണ്. മുസ്ലിം ഉമ്മത്ത് ലോകൊട്ടാകെ സിയാക്കളും മറ്റു കക്ഷികളും ഇറങ്ങിയിട്ട് മുസ്ലിം ഉമ്മത്തിനിടെ പ്രശ്നം ഉണ്ടാക്കുക. ആ സമയത്ത് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഇത്തരം തോന്നിവാസം പറഞ്ഞവൻ അവൻ തെളിവ് പറയണ്ടേ? തോന്നിവാസം പറയുന്നതിന് അതിരില്ലേ? തെളിവ് പറയണ്ടേ? എന്നിട്ട് എന്താ പറഞ്ഞത്? കാന്തപുരം ചാരനാണ് പോലും. പണ്ട് ഒരാൾ പറഞ്ഞു, ഒരാളെടുത്ത ചീത്താർ കാട്ടം തിന്നുന്നവനെ, മൂത്രം കുടിക്കുന്നവനെ, ചാലനാക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇയാൾ പറഞ്ഞ് ബിരിയാണി കഴിക്കുന്നവനെ, പാല് കുടിക്കുന്നവനെ, തേൻ കുടിക്കുന്നവനെ.
അപ്പൊ ഒരാൾ ചോദിച്ചു എന്ത് ചീത്തയാണ്? അവൻ തിന്നത് അവൻ സ്വന്തവും ഞാൻ തിന്നത് ഞാനും സ്വന്തവും.